ക്രിസ്മസിനെ വരവേൽക്കാൻ മംഗലം ചിറ്റടിപ്പള്ളിയിൽ വേറിട്ട സ്റ്റാർ ഏത് ദിശയിൽ നിന്നും നോക്കിയാലും ഒരേപോലെയാണെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ക്രിസ്മസിനെ വരവേൽക്കാൻ ഇക്കുറി ചിറ്റടി മരിയാനഗർ സെന്റ് മേരീസ് പള്ളിയിൽ ഉയർന്നത് ഇടവകംഗങ്ങളുടെ നിർമ്മാണ വൈദഗ്ധ്യത്തിലുള്ള മൊറാവിയൻ സ്റ്റാർ. ജർമ്മനിയിലെ മൊറാവിയയിലെ പ്രത്യേക സ്റ്റാറാണിത്. പള്ളി വികാരി ഫാദർ ജോസ് കൊച്ചുപറമ്പലിന്റെ നേതൃത്വത്തിൽ യുവാക്കളും മുതിർന്നവരുമെല്ലാം ചേർന്ന ഒരാഴ്ച നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് 10 അടി ഉയരവും 26 മൂലകളുമുള്ള സൂപ്പർ സ്റ്റാർ നിർമ്മിച്ചുയർത്തിയിട്ടുള്ളത്. ആദ്യം കമ്പി കൊണ്ട് ഫ്രെയിം ഉണ്ടാക്കി അതിൽ തുണി പൊതിഞ്ഞ് വശങ്ങളിൽ മിന്നും കളർ നൽകിയാണ് സ്റ്റാറിനെ മനോഹരമാക്കിയിട്ടുള്ളത്. കേരളത്തിൽ ഇത്തരം സ്റ്റാറുകൾ അത്ര പ്രചാരമായിട്ടില്ല. മൊറാവിയയിലെ കുട്ടികൾ കണക്കു പഠിക്കുന്ന വിദ്യയുടെ ഭാഗമായിട്ടാണ് ഈ മോഡൽ സ്റ്റാർ നിർമ്മിച്ചതെന്നാണ് സ്റ്റാർ ഹിസ്റ്ററിയിൽ പറയുന്നത്. ഈ വർഷം പ്രത്യേകമായിട്ട് ഇവിടെ ഇപ്രകാരം ഒരു നക്ഷത്രം ഉണ്ടാക്കുവാനായിട്ട് കാരണം മൊറാവിയൻ നക്ഷത്രം എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. ഇറ്റലിയിലുള്ള മൊറാവിയൻ പ്രദേശത്ത് ആദ്യമായിട്ട് അവർ നക്ഷത്രം ഉണ്ടാക്കുകയും അത് പിന്നീട് മറ്റു പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. അത് യൂട്യൂബിൽ കണ്ട് ഇവിടെയുള്ള മുതിർന്നവരും യുവജനങ്ങളും ഒക്കെ കൂടെ ഒത്തുചേർന്നുകൊണ്ട് പ്രത്യേകമായിട്ട് 2 ആഴ്ചയോളം ഒരുങ്ങി അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പണികളെല്ലാം ചെയ്ത് വെൽഡ് ചെയ്ത് ഇവിടെ ഉണ്ടാക്കിയതാണ് ഈ നക്ഷത്രം. ഇതിന് 26 കോണുകളാണുള്ളത്. അതുപോലെ തന്നെ വളരെയധികം അധ്വാനത്തിൻ്റെ ഒരു ഫലമാണ് ഈ നക്ഷത്രം. ഏകദേശം 15,000 താഴെ ചിലവ് ഇതിനു വേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം, ക്രിസ്മസ് പ്രകാശം നൽകുന്ന അല്ലെങ്കിൽ വെളിച്ചം നൽകുന്ന ആ ഒരു സന്തോഷത്തിൻ്റെ, പ്രത്യാശയുടെ, സന്തോഷത്തിൻ്റെയൊക്കെ അവസരമാണ്. ഈ അവസരത്തിൽ ഇത് എല്ലാവർക്കും ഒരു പ്രകാശമായി തീരുവാൻ, അല്ലെങ്കിൽ ക്രിസ്തുനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ലോകത്തിന് പ്രകാശമായി തീരുവാനായിട്ട് കടന്നു വന്നു. ആ പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ഇതുവഴിയായിട്ട് ഇടവരട്ടെ. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പ്രകാശമായി തീരുവാനായിട്ട് ഇടവരട്ടെ. നമുക്കറിയാം, യേശുനാഥൻ്റെ ജനനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് ആട്ടിടയന്മാർക്കാണ് ആ അറിയിപ്പ് ലഭിക്കുന്നത്. അവർക്കിത് ആ അറിയിപ്പ് ലഭിച്ചതോടുകൂടി പ്രകാശമാകുന്ന യേശുവിനെ കാണുവാനായിട്ട് അവർ തിരക്കിട്ട് പോവുകയാണ്. ആ പ്രകാശത്തെ ലോകമെങ്ങും കൊടുക്കുവാനായിട്ട്, നൽകുവാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു. ഇവിടെയും അതുതന്നെ ആയിരിക്കട്ടെ. ഈ അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ ഫലം മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുവാനായിട്ടുള്ള ഒരു ചിന്തയോടുകൂടി ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും, പ്രത്യേകിച്ച് യൂട്യൂബ് പ്രേക്ഷകർക്കും എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ബത്ലഹേമിൽ ഉദിച്ച നക്ഷത്രവിളക്കിന്റെ ഏറ്റവും അടുത്ത രൂപസാദൃശ്യമുള്ള നക്ഷത്രങ്ങളിലൊന്നാണ് ഇതെന്നും പറയപ്പെടുന്നുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.